അക്വേരിയസ് നിങ്ങളുടെ കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ കണ്ട എനർജി എന്താ വെച്ചാ ഇവിടെ ഒരു പേഴ്സൺ ഉണ്ട് നിങ്ങളുടെ ലൈഫില്. ഈ പേഴ്സണും നിങ്ങളെ ഇപ്പോ ഒരു റിലേഷൻഷിപ്പിലായിരിക്കില്ല, പക്ഷെ ഈ പേഴ്സൺ എവിടെയോ അവർക്ക് നിങ്ങളെ മുഴുവനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റിയില്ല. അവര് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ തിരിച്ചു വരാനും നോക്കും, പക്ഷെ നിങ്ങളുടെ എനർജിയിൽ ഒരു മാറ്റം ആണ് ഞാൻ കാണുന്നത്. ഈ മാറ്റം എന്താണ് ഇപ്പൊ ഉണ്ടാവാൻ പോണത്, എന്താണ് ഈ പേഴ്സന്റെ ശരിയായ ഇന്റൻഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മൾക്ക് ഇത് നോക്കാം. നിങ്ങളുടെ റീഡിങ്ങിൽ എന്താ മെസ്സേജസ് വരണമെന്ന്, ആൻഡ് നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എന്താ ഗൈഡൻസ് വരണമെന്ന് അതും നമ്മൾക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ റീഡിംഗ് തുടങ്ങാം. എന്താ മെസ്സേജസ്, കറന്റ് ഫീലിംഗ്സ് മെസ്സേജസ് പറയണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേരിയസ്, എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് മെസ്സേജ് പറയണമെന്ന് നമ്മൾക്ക് നോക്കാം. ഇത് അക്വേരിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ അക്വേരിയസ്, ഞാനിവിടെ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും എനർജി കറൻറ്റ് സിറ്റുവേഷനിൽ ഒരു മൂന്നാമത്തെ പേഴ്സൺ കാണാണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു മൂന്നാമത്തെ പേഴ്സൺ ആവാം, അതല്ല വെച്ചാൽ ഇതൊരു റീകൺസിലിയേഷനും ആവാം. അപ്പോൾ എന്താണ് ഇത് എക്സാക്ട്ലി എന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്തോ ഒരു മൂന്നാമത്തെ പേഴ്സൺ തന്നെയാണ് കാണുന്നത്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു റീകൺസിലിയേഷൻ ആവണ ചാൻസസും ഉണ്ട്. എന്താ വെച്ചാൽ ഇതൊരു ബിട്രയൽ കഴിഞ്ഞിട്ട് ഒരു റീയൂണിയൻ ആണ്. എവിടെയോ നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ ഞാനൊരു പോസിറ്റീവ് സിറ്റുവേഷൻ ആണ് കാണുന്നത്, പോസിറ്റീവ് എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു റീകൺസിലേഷൻ്റെ ചാൻസ് ഉണ്ടെന്നാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും സിറ്റുവേഷനിൽ ഒരു മൂന്നാമത്തെ പേഴ്സൺ കാണാണ്ട്, അപ്പോൾ ഈ എൻഡിങ് ഉണ്ടായത് ഒരു മൂന്നാമത്തെ പേഴ്സൻ്റെ കാരണം ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു പ്ലെയർ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. ഈ പേഴ്സൺ മാരിഡ് ആവാം, അവരുടെ കുട്ടികളൊക്കെ ഉണ്ടാവാം. അപ്പോൾ എന്തോ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമുണ്ട് ഈ പേഴ്സൻ്റെ എനർജിയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എനർജിയിലൊരു പേടിയുടെ എനർജിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അറിയില്ല ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഇതിൻ്റെ മുമ്പും നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ ഈ പേഴ്സൺ എവിടെയോ നിങ്ങളെ ചതിച്ചു, എവിടെയോ നിങ്ങളെ ബിട്രേ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എവിടെയോ ഒരു പേടിയുണ്ട്. ഈ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനാണ് ഇത്. പാസ്റ്റിൽ എന്താ ഉണ്ടായേ നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ? പാസ്റ്റിൽ ഞാൻ കുറേ സ്ട്രെസ്സും ടെൻഷനൊക്കെയാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ചില ബ്ലോക്സ് ഉണ്ടായിരുന്നു, കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ രണ്ടാളും കുറച്ചൊരു സെപ്പറേറ്റഡ് എനർജിയിലായി. എന്താ വെച്ചാൽ അതൊരു പ്രാക്ടിക്കൽ ഡിസിഷൻ ആയിരുന്നു നിങ്ങൾ എടുത്തത്. ഓക്കെ, ഈ സെപ്പറേഷൻ ഒരു പ്രാക്ടിക്കൽ ചോയ്സ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാപ്പി അല്ല. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ഒട്ടും നിങ്ങൾക്കൊരു ഇമോഷണലി ഒരു കണക്ഷൻ ഫീൽ ചെയ്യില്ല. ഈ പേഴ്സണിൻ്റെ എനർജി കുറേ ഒരു ഈഗോ ഉള്ള പേഴ്സണും ആവാം. നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു ഈ പേഴ്സണിന് വേണ്ടിയിട്ട്, പക്ഷെ ഒന്നും നടന്നില്ല, എന്തോ ശരിയായില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാൻ റെഡിയാണ്, ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ റെഡിയാണ് നിങ്ങൾ. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു പുതിയ തുടക്കം വേണം എന്നുണ്ട്, സ്റ്റേബിലിറ്റി വേണം എന്നുണ്ട്, ഒന്നുമില്ലാച്ചൊരു ഫ്രണ്ട്ഷിപ്പ് അറ്റ്ലീസ്റ്റ് വേണം എന്നുണ്ട്. അവരതിന് വേണ്ടിയിട്ട് പ്രേ ചെയ്യാണ്. എന്താ വെച്ചാൽ അവർക്ക് ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ മനസ്സിലായിരിക്കണു, അത് ഈ സിറ്റുവേഷനിൽ ഞാൻ ചെയ്തത് ശരിയല്ല എന്ന്. ഇവിടെ ഞാനൊരു ഇംബാലൻസ് ആണ് കാണുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ താല്പര്യമില്ല, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ?
നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ചാപ്റ്റർ ക്ലോസ് ഔട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് വേണം, ഒരു പുതിയ സ്റ്റാർട്ട് വേണം. നിങ്ങൾ കുറേ സഹിച്ചു ഈ സിറ്റുവേഷനിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ സ്റ്റാർട്ടാണ് നിങ്ങൾ നോക്കണത്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ അവർ ഇപ്പോഴും എന്തോ ഒളിപ്പിക്കുകയാണ്. എന്തോ അവരുടെ എനർജിയിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത മാതിരി. അവർ തീരുമാനിച്ചില്ല എന്താ വേണ്ടതെന്ന്. പക്ഷേ ഇവിടെ എന്തോ അവരൊരു ഫെയർനെസ് ബാലൻസ് എനർജിയാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് ഒരു അവർ ചെയ്തത് അതിൻ്റെ കുറ്റബോധമുണ്ട്. പക്ഷേ ഇതുവരെ അവർ തീരുമാനിച്ചില്ല ഇതിൽ എങ്ങനെയാണ് ഇപ്പോൾ ശരിയായി ഒരു ഔട്ട്കം കൊണ്ടുവരേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ആക്ഷൻ? നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആണ്. ഓക്കെ, നിങ്ങൾ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആണ്. ആൻഡ് നിങ്ങൾ സിംഗിൾ എനർജിയിലാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ആണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള എനർജി ഇല്ല. നിങ്ങൾ ഈ പേഴ്സണിനെ മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് ആദ്യം അത് പാസ്റ്റിൻ്റെ എനർജി അതിലേക്ക് പോകാനുള്ള ഒരു പേടിയാണ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? ഈ പേഴ്സണാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക, കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടാവുക. കുറച്ചൊരു പേടിയുണ്ട് അവരുടെ മനസ്സിൽ. എന്താ വെച്ചാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവർക്ക് അറിയില്ല. പക്ഷെ അവർ എന്തോ ഒരു ഇമോഷണൽ തുടക്കം ഞാൻ ഇവിടെ കാണുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പോൾ ഔട്ട്കമ്മിൽ ഞാൻ ഹൈ പ്രീസ്റ്റസ് ആണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് ഏറ്റവും പ്രധാനം. എന്താ വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണെന്ന് നിങ്ങളോട് പറയണേ വെച്ചാൽ നിങ്ങൾ അതാണ് ഫോളോ ചെയ്യാൻ പോണത്. നിങ്ങൾ ഉടനെ എനിക്ക് തോന്നുന്നില്ല ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടാവും എന്ന്. എന്താ വെച്ചാൽ എവിടെയോ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ റെഡിയാണ്. അപ്പോഴാണ് ഈ പേഴ്സൺ തിരിച്ചു വരണത്. ബട്ട് ഇവിടെ ഒരു റീകൺസിലിയേഷൻ്റെ ഹൈ ചാൻസസ് ഉണ്ട്. എന്താ വെച്ചാൽ ഇത് ഡെസ്റ്റിൻഡ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എവിടെയോ ഞാൻ കാണുന്നത് നിങ്ങളുടെ അടുത്ത് ചിലവർക്ക് ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവാം. ആൻഡ് ചിലവർക്ക് ഇവിടെ ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനുള്ള തീരുമാനമായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഇതൊരു ജനറൽ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഔട്ട്കം പറയാൻ പറ്റില്ല. എല്ലാവർക്കും വേറെ മാതിരി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക. പേഴ്സണൽ റീഡിങ്ങിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്? ഈ പേഴ്സൻ്റെ സൈൻ വെർഗോ ആവാം. ഈ പേഴ്സൻ്റെ സൈൻ ഏരീസ് ആവാം. ഈ പേഴ്സൻ്റെ സൈൻ കാപ്രിക്കോൺ ആവാം. ഈ പേഴ്സൻ്റെ സൈന് ക്യാൻസർ ആവാം. ഓക്കെ, അപ്പോൾ അതല്ലാണ്ട് ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്, ലിയോ ഉണ്ട്, പൈസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആ സൈൻസും ഞാനിവിടെ കാണുന്നുണ്ട്, ഏരീസ് കാണാണ്ട്. ഓക്കെ, അപ്പോൾ ഒറക്കിൾ മെസ്സേജ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഒറക്കിൾ മെസ്സേജ് പറയണത് കോഡിപ്പെൻഡൻസി. അപ്പോൾ അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് സിറ്റുവേഷൻ. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നായിരിക്കും ഈ കോഡിപ്പെൻഡൻറ്റ് എനർജി. അവർക്ക് നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റില്ല. അവർ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പും തരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇവർ. എന്തായാലും ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കോൺടാക്റ്റ് ചെയ്യാം. മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.